ഗൈസ് ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ടിലേക്കും ലുംബിനി പാർക്കിലേക്കൊക്കെ പോയി. ഇന്ന് നമ്മൾ ചാർമിനാർ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കല്ലേ പോണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് കാണാം. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലോങ് വീഡിയോസ് തന്നെയായിരിക്കും. ഇനി നമ്മൾക്ക് നാളെയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റന്നെയാണ് പോവുള്ളൂ. അപ്പോൾ അതുവരെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം എന്താണെന്ന് കണ്ടിട്ട് ഞാൻ നീങ്ങ പോരെ. മെയിൻ ഹൈദരാബാദി മദാമി എൻ്റെ കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ ഏകദേശം അതുപോലൊക്കെ തന്നെ. അപ്പം നമ്മുടെ ഫിറ്റ് ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെന്നത് ചാർമിനാരയ്ക്കൊന്നും അല്ല കേട്ടോ. നമ്മൾ ആദ്യം പോയത് ഒരു മ്യൂസിയത്തേക്കാണ്. ആ മ്യൂസിയത്തിൻ്റെ പേര് ആ സൈഡിലുണ്ടായിരുന്നു, ഞാൻ വായിച്ചില്ല. അങ്ങനെ നമ്മളവിടെ ഉള്ളിൽ കയറി നിൽക്കുന്ന സമയത്ത് ഇവർ ഹൈദരാബാദ് പോലീസാണ്. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളോട് കുറച്ച് നേരം അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് കൊടുത്തു. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറിയത്. ഞാൻ മൂക്കൊണ്ട് സംസാരിക്കണ പോലെ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവില്ലേ? ഹൈദരാബാദിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാവർക്കും ഇവിടെ ജലദോഷം ചുമയും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഇങ്ങനെ കേൾക്കണ സമയത്ത് എനിക്ക് അതുപോലെ ഫീൽ ചെയ്തു. അല്ല, അതല്ല നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക്, എന്നാലും എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ അത് പറയണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് പോയപ്പോൾ അവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ അല്ല ഈ മ്യൂസിയം കാണുക എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരുണ്ടാവും, ഇൻട്രസ്റ്റ് ഇല്ലാത്ത പേരുണ്ടാവും. അപ്പം ഞങ്ങളെല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിട്ടുണ്ട്. നമുക്കൊരു ടൈം തന്നു. എത്രയാ 11:45 അങ്ങോട്ട് നമ്മൾ കയറിയേ അല്ല, എനിക്ക് ഓർമ്മയില്ല, ഒരു 12:15 ആകുമ്പോഴേക്കും നമ്മളോട് പുറത്തേക്ക് എത്താൻ എന്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പുറത്തേക്ക് എത്തി, പക്ഷെ കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളും കണ്ടിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും, എന്നാൽ കൂടി ഞങ്ങൾ സ്പീഡിലൊക്കെ കണ്ടേ, അതായത് ഓടിച്ചാടി എല്ലാം കാണണം എന്നുള്ള രീതിക്ക് കണ്ടു. അവരെല്ലാം വായിച്ചെടുത്ത് അങ്ങനെ കണ്ടിട്ടാണ്, എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടാണ് വന്നത്. അങ്ങനെ മ്യൂസിയമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉച്ചത്തെ ഫുഡ് അത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ പിറ്റേ ദിവസം വേറൊരു ഫേമസ് ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്നുള്ളത്. ആ ഹോട്ടലാണ് ഈ ഹോട്ടൽ, ബാവറച്ചി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ബാവറച്ചി, അതന്നെ. അപ്പോൾ അവിടെ എത്തിയിട്ട് ക്യൂ ഒക്കെ നിൽക്കണം കേട്ടോ, നല്ല തിരക്കുണ്ട്. നമ്മുടെ നെഹദി ഹോട്ടലൊക്കെ പോലെ പേരൊക്കെ കൊടുത്ത് അങ്ങനെയായിരുന്നു, സെറ്റപ്പായിരുന്നു. അങ്ങനെ കയറിയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു. ഈ ബിരിയാണി ടേസ്റ്റ് ഇല്ല എന്നല്ലാട്ടോ ഞങ്ങൾ പറയണത്, ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ബിരിയാണി തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കൂടി ഇഷ്ടമായത്, ഒരു പൊടിക്ക് ഇഷ്ടമായത് ഇന്നലെ കഴിച്ച ആ ദിവസത്തിൻ്റെ തലേ ദിവസം കഴിച്ച ഡേ 1 കഴിച്ച ആ ബിരിയാണിയായിരുന്നു, ഷാ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡാഡിയിലിങ്ങനെ വലിക്കണ കിട്ടി ഞാൻ ഇടും. നമ്മൾ ഇന്ന് ആദ്യം പോയത് എന്തായിരുന്നു, മ്യൂസിയം. ഇപ്പം നമ്മൾ പോകാൻ പോണത് പാലസ്. അതന്നെ, മൈസൂർ പാലസും എല്ലാം ഒരു പാലസാണല്ലോ. എന്താണ് ഇതൊക്കെ ഞാൻ ഇടുട്ടോ, ക്യാമറയിൽ കൂടെ എന്തൊക്കെ പറയണം അതൊക്കെ ഞാൻ ഇടും. മമ്മി ഞാൻ ഹായ് പറയാൻ ഞാൻ പറഞ്ഞ, എപ്പോൾ ക്യാമറയിൽ വന്നാലും മമ്മിക്ക് ഹായ് പറയണം, കാര്യമാക്കണ്ട കേട്ടോ. തിരിച്ച് നിങ്ങളും മമ്മിയുടെ അടുത്ത് ഒരു ഹായ് പറയട്ടെ. എല്ലാ വീഡിയോയ്ക്കും പാവം ഹായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എല്ലാവരും ഒന്ന് ഹായ് പറയട്ടെ. അപ്പോൾ നമ്മൾ പാലസിലേക്ക് എത്തിയിട്ട് നമ്മൾ അധികം വീഡിയോസ് എടുത്തിട്ടില്ല ഉള്ളിലത്തെ, കാരണം നമ്മളവിടെ എത്തിയിട്ട് ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഫോട്ടോസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത സമയത്ത്. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലത്തീഫക്ക പറഞ്ഞു വിൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിലുണ്ട്, അവിടെ പോയി കണ്ടോന്ന് പറഞ്ഞു. അതാണ് ഇത് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മെയിൻ സ്പോട്ടായിട്ടുള്ള ചാർമിനാർക്ക് എത്തി. ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ ദിവസം വെയിറ്റിങ്. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇരുട്ടാവാനുള്ള സമയമൊക്കെ ആയപ്പോഴായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആദ്യം ഞങ്ങളവിടെ എത്തിയിട്ട് എല്ലാവരും കൂടി ഫോട്ടോസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് കയറണമെങ്കിൽ പെൺകുട്ടികൾക്ക് ഷോൾ വേണമല്ലേ. പിന്നെ ഞങ്ങളെ കയറ്റിയില്ല, അതായത് ഇനി അബേനും കയറ്റിയില്ല, കാരണം ഷോർട്ട് ഡ്രസ്സാന്ന് പറഞ്ഞിട്ട്. ബാക്കി എല്ലാവർക്കും കയറാൻ പറ്റി. അപ്പം ഞാനും അബ്ബയും അപ്പുസണ്ണും കൂടിയിട്ട് പുറത്ത് ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി.
പിന്നെ നിങ്ങൾ ചാർമിനാർ പോകുമ്പോൾ ആ ചാർമിനാറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കഫേ ഉണ്ട്. അവിടെ നിന്ന് നല്ലൊരു പ്ലെയിൻ ബിസ്ക്കറ്റ് കിട്ടും ഒരു ബോക്സിൽ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ കുടിക്കണ ഈ ഒരു എന്താ ബട്ടർ സ്കോച്ചിൻ്റെ എന്തോ സാധനമായിരുന്നു, അതൊരു തീരെ വായിക്കാൻ കൊള്ളുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമായില്ല, എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതൊന്നും അങ്ങനത്തെ ഒന്നും വാങ്ങി കുടിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടുന്ന് ആ ഒരു കഫേന്ന് എന്താ പറയുക ഈ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കോ. അങ്ങനെ ഞങ്ങൾ ചാർമിനാറിൽ നിന്ന് കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ നിന്നായിരുന്നു, അതായത് ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഒരു ഹോട്ടലിലായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മറ്റേ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നിന്നില്ല, അവിടെ ഒരു ബൊഫേ സെറ്റപ്പിൽ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഇട്ടത് എന്താ പറയുക ഫുൾ സ്ക്രീനും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോ അങ്ങനെ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.